عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ്. അന്ത്യനിമിഷം റജബിലാകാൻ കൊതിച്ചവരുണ്ടെന്നോ? ഉണ്ട്. കാന ബഅദുൽ ഉലമാഇ സ്സാലിഹീൻ ഖദ് മർദ ഖബ്ല ശഹ്ർ റജബ് മാസത്തിൽ രോഗം വന്ന ചില സജ്ജനങ്ങളിൽപ്പെട്ട ഉലമാക്കളിൽ ചിലർ فقال إني دعوت الله أن يؤخر وفاتي إلى شهر رجب. അവർ ദുആ ചെയ്യാണ് അള്ളാഹുവിനോട്, എൻ്റെ വഫാത്ത് റജബ് മാസത്തിലേക്ക് ഒന്ന് പിന്തിക്കണമേ. റജബിൽ മരിച്ചു കിട്ടാൻ ഒരു കൊതി കാണുമ്പോൾ റജബ് മാസം വിശിഷ്ടമാണ്. അതിൻ്റെ പുണ്യം ചെറുതല്ല. മഹത്തുക്കൾ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. റജബിൽ വിട പറഞ്ഞ ചില മഹാന്മാരൊക്കെ ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. മഹാനായ അബ്ബാസ് റളിയല്ലാഹു, മുആവിയ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു, മദ്ഹബിൻ്റെ ഇമാമുകൾപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അതുപോലെ ആത്മീയ ലോകത്തെ തിളങ്ങുന്ന താരങ്ങളായ മൂസൽ ഖാദി റളിയല്ലാഹു അൻഹു, സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു, ബഹാഉദ്ദീൻ സുബക്കി റളിയല്ലാഹു അൻഹു, ഇമാം സർകശി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുടങ്ങി നമ്മുടെ ഇന്ത്യയുടെ സുൽത്താൻ അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖനായ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി അവരുടെ നാമം വരെയും ഈ ഗണത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മുഈനുദ്ദീൻ ചിശ്തി അജ്മീർ ഖാജയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഇന്ത്യക്കാരായ നമ്മൾ ഒന്ന് പ്രത്യേകം അവിടുത്തെ ഗീതങ്ങളിൽ ചിലതൊക്കെ ഓർമ്മിക്കണമല്ലോ, പഠിക്കണമല്ലോ ആ ചരിത്രം. ഇന്ത്യയിലെ ഇന്നത്തെ ഇസ്ലാമിക പ്രകാശം പരത്തുന്നതിൽ, വ്യാപിക്കുന്നതിൽ, നിലനിർത്തുന്നതിൽ അവിടുന്ന് ചെയ്തിട്ടുള്ള ത്യാഗങ്ങളും അധ്വാനങ്ങളും സേവനങ്ങളും ചരിത്രം വിലയിരുത്തുമ്പോൾ അതൊരു മഹാസംഭവമായി നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ശൈഖ് അവറുകളുടെ പിതാവ്, അവരുടെ ജനനം ഇന്ത്യയിലല്ലല്ലോ, ഖാജയുടെ ചെറുപ്പകാലത്ത് പിതാവ് വഫാത്തായി. പിതാവിൻ്റെ അന്തസ്വത്തായി കെട്ടിയ തോട്ടത്തിൽ മഹാനവറുകൾ ഇങ്ങനെ ചില പരിചരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അതിലേക്ക് സൂഫി വര്യനായ മജ്ദൂബ് ഇബ്രാഹിം ഖുന്ദൂസി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. എന്നിട്ട് ഒരു അതിഥി സൽക്കാരം എന്ന നിലയ്ക്ക് തോട്ടം പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇന്നത്തെ അജ്മീർ ഷെയ്ഖ് മുഈനുദ്ദീൻ തങ്ങൾ ലോകമനുസ്മരിക്കുന്ന മഹാനായ കൂടെ ചെറുപ്പത്തിൽ ഇബ്രാഹിം ദസൂഖി തങ്ങൾക്ക് ഒരു കാരക്ക നൽകി. തിരിച്ച് കടന്നു വന്ന ആ സൂഫി അവരുടെ അദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ നിന്നുകൊണ്ട് ഒരു ഉണക്കപ്പത്രിയുടെ കഷ്ണം എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു, കൊൽ, ഇത് കഴിച്ചോളൂ. ഫാക്കലഹു, മഹാനവർ കഴിക്കുക. മഹാനായ ശംസുൽ ഉലമ കെ അബൂബക്കർ ഉസ്താദ് അവർ രചിച്ച ഖാജാ തങ്ങളുടെ മൗലിദിൽ കാണാം. അങ്ങനെ വഗലബ അലൈഹി സുഹുദു വൽ വറഅ, പിന്നീട് ആ ചെറുപ്പക്കാരനായ കുട്ടിയിൽ പരിത്യാഗവും ദുന്യാവിനോടുള്ള ബന്ധവുമൊക്കെ വിച്ഛേദിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. ജീവിതം തന്നെ മാറി മറിഞ്ഞു. ഫതറക ദുനിയ ബിൽ കുല്ലിയ, ഈ ഭൗതിക ആനുകൂല്യങ്ങളെല്ലാം പാടി ഒഴിവാക്കി. വഖഫൽ ബുസ്താന അൽ ഫഖറാഇൽ മസാക്കീൻ, സാധുക്കൾക്ക്, ദരിദ്ര വിഭാഗത്തിന് ആ തോട്ടം വഖഫ് ചെയ്തു. ഷെയ്ഖ് അവറുകളുടെ ആത്മീയ ലോകത്തേക്കുള്ള ഒരു മാറ്റം, അതിൻ്റെ ഒരു ആരംഭം എങ്കിൽ ഇവിടെ കാണാം. പിന്നീട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ പോവുകയും ആ
പ്രയാണത്തിൽ ആത്മീയയാത്രയിൽ മഹാനായ ഉസ്മാനുൽ ഹാനൂരി റളിയല്ലാഹു അൻഹു മഹാനവറുകളുമായി കൊണ്ടുള്ള ഒരു ബന്ധം, അത് ഷെയ്ഖ് അവറുകളുടെ മുന്നേറ്റത്തിലേക്ക് വലിയൊരു കാൽവെപ്പായിരുന്നു, ഒരു കുതിച്ചുചാട്ടമായിരുന്നു. പല ആത്മീയ രഹസ്യങ്ങളിലേക്കും മഹാനവറുകൾ ഷെയ്ഖ് ഖാജ തങ്ങളെ കൈപിടിച്ചുയർത്തി. ചിത്രത്തിൽ കാണാം, ഇദ്ഹബ് വഅതി ബിദാലിക ഹജർ. ഖാജയുടെ ഷെയ്ഖ് ഉസ്മാൻ ഹാറൂൻ പറയാണ്, നീ ചെന്ന് ആ കല്ലിങ് എടുത്തുകൊണ്ട് പോവാ, വരി. അപ്പോൾ ഫൈദാഹുവ ദഹബുൻ, അതെ, ആ ഒരു കല്ല് സ്വർണ്ണമായിരുന്നു. ഖാല ലഹു ശൈഖ് റളിയല്ലാഹു അൻഹു ഇദ്ഹബ് വഅൻഫിഖ് അലൽ ഫുഖറാഇ വൽ മസാകീൻ. ഇതുകൊണ്ട് പോകൂ, ദരിദ്ര വിഭാഗത്തിന് ഇത് വിനിയോഗിക്കൂ. ഷെയ്ഖ് പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഖാജ തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ അറിയാമല്ലോ, സാധുക്കളോടുള്ള സഹായം, പാവങ്ങളോടുള്ള കൃപ. ഇന്നും അമീറിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ആ ഒരു കൃപയും സാധു സ്നേഹവും അവിടെ നിലനിൽക്കുകയാണ്. അവിടെ വന്നെത്തുന്ന മുസാഫിറുകൾക്കും സാധുക്കൾക്കുമൊക്കെ ഭക്ഷണങ്ങൾ എത്രമാത്രം ഇന്നും സുലഭമാണ്. അങ്ങനെ ഉസ്മാനുൽ ഹാറൂൻ റളിയല്ലാഹു അൻഹുവുമായിട്ടുള്ള ഒന്നിച്ചുള്ള യാത്രയിൽ പിന്നീട് അവർ 2 ഹറം ഷരീഫ് സന്ദർശിക്കുന്നു. ശുദ്ധ മക്കയിലെത്തി, അവിടുന്ന് മദീനയിലെത്തി. ഹാറൂനി തങ്ങൾ ഖാജ തങ്ങളോട് പറഞ്ഞു, ഇവിടെ ഒന്ന് സലാം പറയും മുത്തുനബിക്ക്. വിശുദ്ധ സന്നിധിയിൽ നിന്നുകൊണ്ട് മുത്തുനബിയുടെ ഹദ്റത്ത് നിന്നുകൊണ്ട് വഅലൈക്കസ്സലാം യാ ഖുത്ബൽ മശായിഖ്, ഓ ഖുത്ബേ, ഷെയ്ഖന്മാരുടെ ഖുത്ബേ, അങ്ങേക്ക് സലാം ഉണ്ടാകട്ടെ എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണമുണ്ടായി. ഇതിനൊക്കെ ശേഷം ഇവർ രണ്ടുപേരും ഒന്നിച്ച് ബഗ്ദാദിലേക്ക് പോവുകയാണ്. അവരുടെ ചരിത്രത്തിൽ എത്രയോ ധാരാളമായി ആത്മീയമായ മുന്നേറ്റങ്ങളുടെ പഠനവും ചിന്തയും യാത്രയും രഹസ്യങ്ങളുമൊക്കെ വിലയിരുത്താനും പറയാനുമുണ്ട്. അത് നാം പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഒക്കെ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ ഈ ആത്മീയ ഉയർച്ചയ്ക്കിടയിൽ വീണ്ടും റൗള ഷരീഫിൽ എത്തുന്ന ഒരു ചരിത്രവും നമുക്ക് കാണാം. അപ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്തിയ മുഈനുദ്ദീൻ തങ്ങളോട് ഫനാദാഹു മിൻ റൗളത്തിൽ മുശറഫ, അവിടുന്ന് ഒരു വിളി വന്നു, ഒരു സന്ദേശം. വഅമറഹു ബിദ്ദഹാബി ഇലൽ ഹിന്ദ്, ഇന്ത്യയിലേക്ക് പോകാനുള്ള ഓർഡറായിരുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സന്ദേശം ഉണ്ടാകുകയാണ്, അൻത വലിയുൽ ഹിന്ദ് വസുൽത്താനുഹ, താങ്കൾ ഇന്ത്യയുടെ വലിയാണ്, ഇന്ത്യയുടെ സുൽത്താനാണ്. മാത്രമല്ല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അജ്മീർ എന്ന പ്രദേശം കാണിച്ചു കൊടുക്കുന്നു. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാക മസ്കനുക വമദ്ഫനുക, തങ്ങളോട് പറയുകയാണ്, ഇത് അങ്ങയുടെ വാസസ്ഥലമാണ്, അങ്ങ് അവസാനം ഖബറടക്കപ്പെടുന്ന സ്ഥലവും ഇത് തന്നെയാണ്. ഷെയ്ഖ് ഖാജ അവറുകൾ ഈ സന്ദേശത്തിന് ശേഷം ഡമസ്കസ് വഴി ഇന്ത്യയിൽ വരികയാണ്. ഇന്ത്യയിൽ വന്ന് ചരിത്രങ്ങൾക്ക് അത്ഭുതമാണ്. അന്ന് രാജയുടെയൊക്കെ ഭരണമുണ്ടായിരുന്ന ഒരു ഘട്ടം. അവിടെ വന്ന് ഒരു തോട്ടത്തിൽ താമസിക്കുമ്പോൾ രാജാവിൻ്റെ അനുയായികൾ പറഞ്ഞല്ലോ, ഇത് രാജാവിൻ്റെ ഒട്ടകങ്ങളൊക്കെ കഴിയുന്ന സ്ഥലമാണ്, ഇവിടുന്ന് പോകണം. ഓ, എന്നാൽ ശരി, ഒട്ടകം ഇവിടെ കിടക്കട്ടെ. അവിടുന്ന് നീങ്ങിയാണ്. ഷെയ്ഖ് അവറുകൾ തൻ്റെ കുറച്ച് മുരീദന്മാരും അനാസാഗറിലേക്ക് നീങ്ങി. ഒട്ടകത്തെ പരിചരിക്കാൻ വന്നവർ പിന്നീട് നോക്കുമ്പോൾ ഒട്ടകങ്ങൾ എണീക്കുന്നില്ല. അപ്പോഴാണ് അവിടെ വന്നുപോയ ആ ഫക്കീറിൻ്റെ വർത്തമാനം അവർക്ക് ഓർമ്മ വന്നത്. അവസാനം പോയി മാപ്പ് പറഞ്ഞപ്പോൾ തഖൂമു ബിഇദ്നില്ല, ഒട്ടകങ്ങൾ എണീറ്റോളുമെന്ന് മഹാനായ ഖാജ തങ്ങൾ പറയുന്നുണ്ട്. അനാസാഗർ വലിയ തടാകമാണ്. അവിടെ ഉളൂഹ് ചെയ്ത് ശുചീകരണമെത്തി ഷെയ്ഖ് അവിടെ കഴിയുമ്പോഴും അവിടെയും വന്നു പുറന്തള്ളൽ, എവിടുന്ന് പോകണം. കാരണം ഐത്തമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ ചിന്തിക്കുന്ന ആളുകളൊക്കെയാണല്ലോ. അവസാനം ഷെയ്ഖ് അവറുകൾ അതിൽ നിന്നുകൊണ്ട് തൻ്റെ മുരീദന്മാരിൽപ്പെട്ട ഒരാളോട് ഒരു കുടത്തിൽ വെള്ളം എടുക്കാൻ പറഞ്ഞു. ആ വെള്ളം അങ്ങനെ തന്നെ കുടത്തിലേക്കായി എന്ന് ജനങ്ങൾ വിഷമിച്ചു. അപ്പോൾ അവർ മാപ്പ് പറഞ്ഞു.
യഥാർത്ഥത്തിൽ വെള്ളമെടുക്കാൻ വിട്ട അനുയായി ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട ഖാജ തങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പൃഥ്വിരാജ പിന്നീട് ഇറക്കുമതി ചെയ്തത് ഒരു ഷാദി ദേവ് എന്ന ഒരു ആഭിചാരകനെയായിരുന്നു. സെഹ്റും മാരണപ്രവർത്തനമൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് രാജകൊട്ടാരത്തിലും ജനങ്ങൾക്കിടയിലും കുടിലുമൊക്കെ വലിയ സ്വീകാര്യതയാണ്. പക്ഷേ പല വിദ്യകളും ചെയ്തു നോക്കി. ഷെയ്ഖ് ഹാജിയുടെ അടുത്തേക്ക് പലതും അയച്ചു. ഷാദിർദേവ് വന്നപ്പോൾ തന്നെ ഷെയ്ഖ് അവറുകൾ ഒരു നോട്ടം നോക്കി അദ്ദേഹം താഴെ വീണു എന്ന. അദ്ദേഹത്തിൻ്റെ ഒരു വേലയും നടന്നില്ല. മരണപ്രവർത്തനമൊന്നും വിജയിക്കാതെ വന്നപ്പോൾ ഷെയ്ഖ് അവറുകളുടെ മുന്നിൽ മാപ്പ് പറഞ്ഞ് ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇതേ ഷാദിർദേവാണ് ആ കുടത്തിൽ വെള്ളം പിന്നീട് കൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഈദ്ദീൻ അജ്മീരി തങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നു, ജനങ്ങൾക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നു, സത്യപ്രബോധനം നടത്തുന്നു. ഷാദിർദേവിൻ്റെ പ്രവർത്തികൾ വിജയിക്കാതെ വന്നപ്പോഴാണല്ലോ പിന്നെ ജയ്ഫാൽ ഏറ്റവും വലിയ ഒരു സിഹ്റുകാരനെയും ഇറക്കുമതി ചെയ്തത്. അതെ, പല തന്ത്രങ്ങളും നോക്കി. ചരിത്രത്തിൽ കാണാം, ഷെയ്ഖ് അവറുകളോട് വെല്ലുവിളിക്കുന്നുണ്ട് ജയ്ഫാൽ, ഞാൻ ഇതാ പറക്കാൻ പോകുന്നു. അതെ, പറക്കാൻ ശ്രമിച്ച ജയ്ഫാലിന് ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ നേരിട്ട് തൻ്റെ കാലിലേക്ക് മെതിയോട് മെതിയോട് പറഞ്ഞു, ഒന്ന് പോകൂ. എന്നിട്ട് അയാളെ പിടികൂടി. മെതിയടി ഉയർന്നു ചെന്ന് അയാളുടെ തലയ്ക്ക് പ്രഹരിച്ചപ്പോൾ അദ്ദേഹം താഴെ വന്ന് അപ്പോഴും അവിടെ മാപ്പ് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു എന്ന ചരിത്രത്തിലൊക്കെ കാണാം. അതേ, മഹാനവറുകളുടെ ആത്മീയമായ ചില പവർ, ചില അന്തസ്, ചരിത്രത്തിൽ കറാമത്ത് എന്നൊക്കെ പറയും, അതൊക്കെ കണ്ടുകൊണ്ടും അനേകം ആളുകൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. മഹാനവറുകളുടെ ജനസേവനവും സത്യ മാർഗത്തിലൂടെ ഉപദേശങ്ങൾ കണ്ടുകൊണ്ടും അനേകായിരങ്ങൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച ചരിത്രം. ഇപ്പോൾ റജബ് മാസത്തിൽ ഖാജ തങ്ങളുടെ ആണ്ടുകൾ നടക്കുന്ന അനുസ്മരണം നടക്കുമ്പോൾ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. നമുക്ക് ഈ വിശുദ്ധമായ റജബ് മാസത്തെ പ്രയോജനപ്പെടുത്തി ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാകുമ്പോൾ ഷെയ്ഖ് മീർ ഖാജിയെ പോലുള്ളവരൊക്കെ വരച്ചു കാണിച്ച മഹത്തായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും അള്ളാഹുവിൻ്റെ ചിന്തകൾ വർദ്ധിപ്പിച്ച് അവൻ്റെ ദീൻ്റെ പഠനങ്ങൾ നടത്തി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും മുന്നോട്ട് വരേണ്ടതുണ്ട്. റജബ് അനുഗ്രഹങ്ങൾ പെയ്തിറക്കുന്ന നാളുകളാണ് എന്ന് മുമ്പ് സൂചിപ്പിച്ചുവല്ലോ. മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അനുഗ്രഹങ്ങൾ ധാരാളം ഉള്ളത് വർദ്ധിക്കുന്ന കൊണ്ടാണ് ഇതിന് റജബ് എന്ന് പേര് വരാൻ പോലും കാരണം എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൃഷി ഇറക്കേണ്ട നാളുകൾ അഥവാ ഇബാദത്ത് വർദ്ധിപ്പിക്കും നാളുകളാണെങ്കിൽ, ഒരു മരത്തിൽ ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ അതിങ്ങനെ തിളങ്ങിക്കാണുന്നത് പോലെ റജബിലേക്ക് ഇബാദത്ത് കൊണ്ട് ആളുകൾ അടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ, ഫലങ്ങൾ ഉണ്ടാകണം. അൽ ഐനു ബിൽ ബുക്കായി, അതെ, കണ്ണുകളിൽ കണ്ണുനീര് വരും വിശ്വാസികൾക്ക്. വല്ലുദ്നു ബിസ്മായിൽ ഖൈരി, ചെവികൾ നന്മ കേൾക്കാൻ തയ്യാറാകും. വൽയദു ബി സദഖ, ദാനധർമ്മങ്ങൾ നൽകാൻ വേണ്ടി, വർദ്ധിപ്പിക്കാൻ വേണ്ടി കരങ്ങൾ തയ്യാറാകും, കൈകൾ. വരജുലു ബിൽ മശീ, കാല് ഇലൽ മെഹ്റാബി വൽ മജാലിസി, നല്ല വഴിയിലേക്കും മെഹ്റാബിലേക്കും പള്ളികളിലേക്കും ഒക്കെ നടന്നു പോകാൻ ഉപയോഗിക്കും. വലിസാനു ബിദിക്രി, നാവിൽ നന്മകൾ വർദ്ധിപ്പിക്കും. അപ്പോൾ ഇത് റജബ് മാസത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ അടയാളമായി വിശ്വാസികൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണേണ്ടതുണ്ട്. ക്രിസ്തുമസ്, ഓണാഘോഷം, അതുപോലെ ദീപാവലിയൊക്കെ ആഘോഷങ്ങൾ പലതുമുണ്ട്, എല്ലാ സമുദായത്തിനുമുണ്ട്. അവരവരുടെ ആഘോഷങ്ങളൊക്കെ നടക്കട്ടെ. സമുദായങ്ങളോടും സ്നേഹമാകാം, അത് ഇസ്ലാമിൻ്റെ മാതൃകയാണല്ലോ. സൗഹൃദമാകാം. അതേസമയം ആരുടെയും ആചാരങ്ങളൊന്നും വാരിപ്പുണരുകയോ അതുവഴി വിശ്വാസം, തൗഹീദ് അടർന്നു പോകുന്ന, തകർന്നു പോകുന്ന ഒരു അന്തരീക്ഷമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നത്, വിശുദ്ധ റജബ് ഉൾപ്പെടെയുള്ള ഇനി വരാൻ പോകുന്ന മാസങ്ങളിലുമൊക്കെ നമ്മൾ എന്ത് വേണം? നന്മയുടെ വഴിയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി തയ്യാറാകണം. ഷെയ്ഖ് ഖാജിയൊക്കെ എങ്ങനെയാണ് കാണിച്ചത്? എത്രയോ പതിറ്റാണ്ടുകളോളം പകൽ നോമ്പ് പിടിച്ച് രാത്രി നിന്ന് നിസ്കരിച്ച് ഒരു ദിവസത്തിൽ തന്നെ ഒന്നിലേത് ഖത്മുകളൊക്കെ തീർത്തത്രയാണ്. ഖത്ബ് തീർക്കുമ്പോൾ ഖബിൽന ഖത്മക യാ മുഈനുദ്ദീൻ, എവിടുന്ന് ഒരു ശബ്ദം കേൾക്കാം, ഒരു വിളിനാദം, ഓ മുഈനുദ്ദീൻ, അങ്ങയുടെ ഖത്മ് പരിശുദ്ധ ഖുർആൻ
ഇതാ സ്വീകരിച്ചിരിക്കുന്നു എന്ന ഒരു സന്ദേശം അതെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ മഹത്തുക്കളൊക്കെ കാണിച്ചു എന്ന മാർഗത്തിൽ മുന്നോട്ട് നീങ്ങണം. ഷെയ്ഖ് മുഈനുദ്ദീൻ അജ്മീരി തങ്ങളുടെ പാത്ത് 6 രാത്രി വാതിലടച്ച് സുബഹി വരെയും അവിടുന്ന് ദിക്റുകളുടെയും നല്ല ഔറാദുകളുടെയും ശബ്ദം കേൾക്കാമായിരുന്നു. ആരോ ചെന്ന് വിളിച്ചു സുബഹിക്ക്. അപ്പോൾ അവിടുന്ന് തോഫിയ വഫാത്തായി കിടക്കുകയാണ്. വഫാത്തായി കിടന്ന ഷെയ്ഖ് അവറുകളിൽ നെറ്റിത്തടത്തിൽ ഒരു പ്രകാശത്തിൻ്റെ എഴുത്ത് ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനാണ് കിടക്കുന്നത്. പടച്ചതമ്പുരാൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ടാണ് ഇവിടുന്ന് മഹാനവറുകൾ ഇട പറഞ്ഞത് എന്ന് കാണാൻ കഴിയുന്നുവെങ്കിൽ ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ബിമൻ ളയ്യ ഉംറഹു ഫിൽ ബത്താല, ജീവിതം തുലഞ്ഞുകറ്റ നന്മയിലല്ലാതെ അശ്രദ്ധമായി വയസ്സ് നഷ്ടപ്പെടുത്തിയ ആളുകൾക്ക് അഞ്ഞൗത്തനിം ഫീഹി മബഖിം ഉംരിഹി, ഈ റജബ് മാസത്തിൽ നന്മകൾ വീണ്ടെടുക്കാനും നന്മയിൽ പ്രവേശിക്കാനും ശ്രദ്ധിക്കാൻ പറ്റിയ അവസരമാണ്. അതേ മഹത്തുക്കൾ ഈ വഴി കാണിച്ചിരുന്നുവെങ്കിൽ ഈ പുണ്യമാസത്തെയും വരുന്ന മാസങ്ങളെയും ഓരോ നിമിഷങ്ങളെയും ഒക്കെ നമുക്ക് ധർമ്മത്തിൻ്റെ, ചിന്തയുടെ, ആത്മീയതയുടെ നന്മ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന വഴിയിൽ വിനിയോഗിക്കാൻ ബദ്ധശ്രദ്ധരാകാം. ജഗന്യന്താവായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.